കൂട്ടുകാരെ എല്ലാവർക്കും സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക്. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പരിപ്പ് വടയാണ്. പരിപ്പ് വടയ്ക്കുള്ള കടലപ്പരിപ്പ് ഒരു 3 മണിക്കൂർ കുതിർത്ത് അതിനെ ഒന്ന് മിക്സി ജാറിലിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ട് അരഞ്ഞു പോകരുത്. അരഞ്ഞു പോയാൽ പരിപ്പ് വടയുടെ ആ ഇടയ്ക്ക് പരിപ്പ് ഇങ്ങനെ കടിക്കുന്ന രുചിയെല്ലാം ഒന്ന് മാറും. അതുകൊണ്ട് ഒന്ന് ചതച്ചെടുത്താൽ മതി. പിന്നെ വേണ്ടത് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ്. അത് കഴിഞ്ഞ് നമുക്ക് വേണ്ടത് ഒരു 10 ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും ഇട്ട് പിന്നെ നമുക്ക് ആവശ്യം ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എല്ലാം കൂടെ ഇട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കണം. കടലപ്പരിപ്പ് 3 മണിക്കൂർ കുതിർത്തിട്ട് ചതച്ചെടുത്തതാണ്. അപ്പോൾ അതിൽ ഒരു വെള്ളം ഒഴിക്കരുത്. നമ്മൾ നന്നായിട്ട് 2-3 തവണ കഴുകി വാരിയിട്ട് ജാറിലിട്ട് ഒറ്റ കറക്കിയാൽ മതി. കൂടുതൽ സമയത്തേക്ക് ഇങ്ങനെ കറക്കിയെടുക്കരുത് ജാറിന്. പിന്നെ ഇടയ്ക്ക് കടിക്കാനാണ് ഈ ഉള്ളിയും കൂടുതലിടരുത്. ചെറിയ ഉള്ളി ഇടുന്നതാണ് കേട്ടോ രുചി. ചെറിയ ഉള്ളിനെ അരിഞ്ഞിട്ടാൽ മതി. ഞാൻ 100 ഗ്രാം പരിപ്പാണ് എടുത്ത് അതിലേക്ക് ഒരു 10 കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇത്തിരി കറിവേപ്പിലയുമാണ് ഇട്ടത്. വേറെ ഒന്നും ചേർക്കുന്നില്ല, ഉപ്പല്ലാതെ വേറൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ എല്ലാം ചേർത്ത് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ പരുവായിരിക്കണം. നമ്മളിതിങ്ങനെ എടുത്ത് കഴിഞ്ഞാൽ കൈ കൊണ്ടിങ്ങനെ പിടിച്ചിടാൻ, അതായത് ഇതേപോലെ ആക്കിയിട്ട് നമുക്കിതൊന്ന് ഒരു അല്പം നനവുണ്ടല്ലോ, അത് ഒരു സ്പൂൺ വെള്ളമൊക്കെ ഒഴിക്കാം. അങ്ങനെ ഒഴിച്ചാൽ എന്താണെന്ന് വെച്ചാൽ ഉപ്പും ഇതെല്ലാം ഒരുപോലെ ആയിട്ട് വരും. അതിന് വേണ്ടി മാത്രം ഇത്രയേ വേണ്ടൂ. ഇങ്ങനെ നമുക്ക് ഇട്ടിട്ട് വറുത്ത് കോരിയെടുക്കാം. നല്ലതുപോലെ എണ്ണ കാഞ്ഞിട്ട് വേണം, നല്ല ചൂടിലേക്ക് ഇട്ട് കൊടുക്കണം. സിമ്മാക്കി വെക്കണം. ഇപ്പോൾ മീഡിയത്തിലാണ് ഇരിക്കുന്നത്. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിക്കാം. അത് കഴിഞ്ഞ് ഒന്ന് സിമ്മാക്കിയ ശേഷം നമുക്ക് കുറച്ച് മാവെടുത്തിട്ട് അടുപ്പത്ത് വെളിച്ചെണ്ണയിലേക്ക് ഇട്ടിട്ട് 2 വശം നല്ലപോലെ വേവിച്ച് മുരിച്ചെടുക്കാം. പരിപ്പ് വട ആക്കിയിട്ട് ഇട്ടിട്ടുണ്ട്. എണ്ണയിൽ തിളച്ച് മീഡിയത്തിലാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരു വശം ആയ ശേഷം തിരിച്ചിടാം. ശേഷം അതിൻ്റെ ബർണർ ഒന്നും കൂടെ സിമ്മാക്കി കൊടുക്കണം. അല്ലെങ്കിൽ ചെറിയ തീയിലായാൽ മാത്രമേ അകത്ത് വേവുള്ളൂ. പിന്നെ ഞാൻ മോൻ്റെ വീട്ടിൽ നിന്ന് വന്നിട്ടോ, അതാ പറയാൻ വിട്ടുപോയതാണ്. മോൻ്റെ വീട്ടിൽ നിന്ന് തിരിച്ചെത്തി. ഇപ്പോൾ എൻ്റെ വീട്ടിലാണുള്ളത്. മോൻ്റെ വീട്ടിൽ പോയപ്പോൾ വളരെ സന്തോഷമായിരുന്നു. എനിക്കൊരു സെൽഫി സ്റ്റിക്ക് വാങ്ങിച്ച് തന്നിട്ടുണ്ട്. കുട്ടികളുടെയൊക്കെ കൂടെ ഇരിക്കുമ്പോഴാണല്ലോ നമ്മൾക്ക് പ്രായമായവർക്ക് ഒരുപാട് സന്തോഷമല്ലേ. കുട്ടികളോടൊപ്പം വർത്തമാനം പറഞ്ഞും ചിരിച്ചും കളിച്ചും ഒക്കെ ഇരുന്ന് ഞങ്ങൾ തിരിച്ച് വന്നു. ഇത് ആവട്ടെ. നമ്മുടെ കടലമാവ് ചതച്ച് വെച്ചതിനെ എടുത്ത് ഉരുളയാക്കി അതിനെ പിന്നെ കുറച്ചൊന്ന് ഒരു വിരൽ വെച്ച് ഇങ്ങനെ ഒന്ന് ഷേപ്പാക്കി അതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണയിലേക്ക് ഇടാം. വളരെ കുറച്ച് തീ എണ്ണ ചൂടാകാൻ വേണ്ടി മാത്രം ഒന്ന് കൂട്ടിയതാണ്. അത് കഴിഞ്ഞ് തീ നമ്മൾ കുറച്ച് കൊടുക്കണം. ഈ മാത്രമല്ല കടല വടയുടെ അകത്തും വേവുള്ളൂ. വേകാതെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വയറ് പ്രശ്നമാണ്. കടലപ്പരിപ്പ് കൊണ്ട് തന്നെ ഉണ്ടാക്കുന്നതാണ് പരിപ്പ് വട സ്വാദിഷ്ടമായത്. ചിലർ കടലപ്പരിപ്പല്ലാതെ പൊട്ടുകടല ചേർക്കുന്നവരുണ്ട്. നമ്മൾ സാമ്പാർ പരിപ്പുണ്ടല്ലോ, തുവരപ്പരിപ്പ് എന്ന് പറയുന്നത്, ചെറിയ പരിപ്പ്, അതുകൊണ്ടും ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അത്രയും രുചി പോരാ. നല്ല ക്രിസ്പി ആയിട്ട് ഇടയ്ക്ക് കടലമണി ഇങ്ങനെ കടിക്കുമ്പോഴുള്ള രുചി കിട്ടണമെങ്കിൽ കടലപ്പരിപ്പ് തന്നെ വേണം. ഞാൻ കടലപ്പരിപ്പ് മാത്രം വെച്ചാണ് ഉണ്ടാക്കുന്നത്. പരിപ്പ് വട തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നുകൂടെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഇതോടായി കഴിഞ്ഞാൽ ഞാൻ അയച്ച മാവിൻ്റെ പരിപ്പ് വട റെഡിയായി. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ ലൈക്കും
ഷെയറും കമൻറ്റും എല്ലാം കിട്ടിയാൽ സന്തോഷം. ഒരു ഹെൽപ്പാവും. ഞാൻ തീ അണച്ചു. ഉരിഞ്ഞതിനെ മാറ്റാം. ഇതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. പിന്നെ കൂട്ടിലേക്ക് ഒരു അല്പം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്താൽ നല്ലതാണ് കേട്ടോ. എന്നുവെച്ചാൽ പരിപ്പ് വടയ്ക്ക് ഒരു കളറ് കിട്ടും. ഞാൻ വേറെ കളറുകളൊന്നും ചേർത്തിട്ടില്ല. കടലപ്പരിപ്പ് അരച്ച് ഉണ്ടാക്കിയ അതേപടി തന്നെയാണ്. Okay, bye. Thank you for watching.